ചലച്ചിത്ര നടിയും കലാകാരിയുമായ ഷീല വരച്ച 139 ചിത്രങ്ങൾ കോഴിക്കോട് ടൗൺ ഹാളിനടുത്തുള്ള ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചു. കൂടാതെ ഈ ചിത്രങ്ങൾ വിൽക്കുകയും ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന തുക ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഷീല പറഞ്ഞു. വരച്ച ചിത്രങ്ങളിൽ 40 വർഷം മുൻപ് വരച്ചതും 2 ദിവസം മുൻപ് വരച്ചതും ചിത്രങ്ങൾ ഉൾപ്പെടുമെന്ന് ഷീല പറഞ്ഞു. മകൻ വിഷ്ണുവിനോടൊപ്പമായിരുന്നു ഷീല കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ എത്തിയത്. നടി വിധുബാലയും ഷീലയുടെ ചിത്ര പ്രദർശനത്തിന് എത്തിയിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി മറ്റുള്ള വ്യക്തികളുടെ സഹായങ്ങൾ ഇല്ലാതെ തന്നെ സ്വയം വരച്ചുണ്ടാക്കിയതാണെന്ന് ഷീല പറഞ്ഞു. അടുത്ത വരി അരയത്തി പെണ്ണ് പിഴച്ചുപോയി, അവനെ കടലമ്മ കൊണ്ടുപോയി. വിവാഹത്തിന് വേണ്ടി ഒരുക്കം നടത്തുമ്പോ ശീലാമ്മയെ മുന്നിൽ നിർത്തി, കറുത്തമ്മയെ മുന്നിൽ നിർത്തി ഞാനത് വാസ്തവത്തിൽ ഒരു ബിസിനസ്സായിട്ടല്ല ഞാൻ തുടങ്ങിയത്. എൻ്റെ ഒരു ആത്മസമൃദ്ധിക്ക് വേണ്ടിയും എനിക്കൊരു നേരമ്പോക്കിന് വേണ്ടിയാണ് തുടങ്ങിയത്. പക്ഷേ കോമൺ സെൻസും പിന്നെ എല്ലാവരും വേണ്ടി ഇത് വന്നൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. കാരണം ഇത് വന്നിപ്പോൾ ആക്സിപ്പേഷൻസ് വേണ്ടിയാണ് ഇത് എല്ലാവരും വീട്ടിൽ വരണം. ഇതാരും ഒരു ഡൊണേഷനായിട്ട് വിചാരിക്കാൻ പാടില്ല. ഒരു പുണ്യ കാര്യത്തിന് വേണ്ടി ഈ പണങ്ങളൊക്കെ മേടിക്കണം. അവരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യണമെന്നാണ്. ഞങ്ങൾ ടീം ഞങ്ങൾ പോകുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ ജീവൻ ടിവിയുടെ പിന്നെ ഹോം സെൻസ് എവിടെയെല്ലാം ഞങ്ങളെല്ലാം കൂടി തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ആർക്കാണ് കൊടുക്കണമെന്ന്. എന്നുവെച്ചാൽ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കൊടുക്കണം, ഞങ്ങൾ 10 ക്യാൻസർ രോഗികൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതൊരു കേസായിരുന്നു, ഒന്നല്ലായിരുന്നു. അത് കാരണം ഇത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് ഞങ്ങൾ കഴിയുന്നത്ര സിൻസിയറായിട്ട് കൊടുക്കും. ഇത് വന്ന് ഒരു 40 കൊല്ലം മുമ്പ് വരച്ചതുകൊണ്ട് ഇപ്പോൾ വരുന്നതിന് 2 ദിവസം മുമ്പ് വരച്ചതുണ്ട്. 2 ദിവസം മുമ്പ് വരച്ചതുണ്ട്. ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ വരച്ചതാണ്. അങ്ങനെയല്ല, അതൊക്കെ ഒരു മൂഡ് അനുസരിച്ചാണ്. ചില സമയം 2 മണിക്കൂർ വരയ്ക്കും, ചിലപ്പോൾ 6 മാസമാകും വരയ്ക്കും. അങ്ങനെയൊന്നും പറയാറുണ്ട്. ചിത്രവും കഥയൊക്കെ ഓരോ സമയം നമ്മുടെ മനസ്സ് പോലെയാണ് കഥ എഴുതുന്നത്. അങ്ങനെയൊന്നും മോഡലില്ല. എനിക്ക് ആരും എനിക്കൊരു ഗുരുവില്ല. ഞാൻ തന്നെത്താനെ ഇതൊക്കെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. സ്കൂൾ ഡേയ്സിൽ നിന്ന് വരച്ചതാണ്. ചുമ്മാ എൻ്റെ ഭാവിയെപ്പെട്ടതാണ്. ഇതൊന്നും വലിയ ഞാൻ ഒരു ചിത്രകാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സാധാരണ
സാധാരണ ആളിങ്ങനെ മരിക്കുന്നു അത്രേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞ ആ വാക്ക് വലിയ ചർച്ചയായിട്ട് വരികയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ചിത്രത്തിന്റെ പ്രദർശനം വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ എന്തോ ഇന്നലെ പറഞ്ഞപ്പോൾ അതായിരുന്നു എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നത്. നിങ്ങൾ സിനിമ ഇറങ്ങിയപ്പോ ഇത്തരം അത് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ വിമർശനം ഉണ്ടാവുമായിരുന്നു. ഈ പടങ്ങളൊക്കെ ഞാൻ തന്നെ താനെ വരച്ചതാണ്, വേറെ ആരും വരച്ചതല്ല. ഇതൊക്കെ എന്റെ കൈകൊണ്ട് ഞാൻ വരച്ച പടങ്ങളാണ്. നിങ്ങൾ എല്ലാവരും പത്രക്കാരെ വിചാരിക്കാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ലോകം നന്നാക്കാൻ ഒപ്പം ചീറ്റാക്കാനും നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ ഈ ഞങ്ങൾ എല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും പേടിക്കുന്നത്, ഞങ്ങൾ അച്ഛനമ്മയേക്കാൾ പേടിക്കുന്നത് നിങ്ങളൊക്കെയാണ്. അച്ഛനമ്മയെ കൂടെ ഞങ്ങൾക്ക് പേടിയില്ല. സത്യത്തിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നല്ലത് ചെയ്യാനും ചീത്തയ്ക്ക് എപ്പോൾ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങളൊരു പബ്ലിസിറ്റി കൊടുക്കണം. അത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളോട്. എനിക്കറിയില്ല, അല്ല ഇവരെയാണ് പെർഫോമൻസ് പിന്നെ ഇവരെയാണ് വില നിശ്ചയിക്കുന്നത്. എനിക്കിതിനെ പറ്റി യാതൊന്നും അറിയില്ല. നിങ്ങളുടെ കയ്യിലാണ്. ആൾക്കാരെല്ലാവരും കൂടി പുണ്യ കാര്യം ചെയ്യുന്നതായിട്ട് വിചാരിക്കും. നിങ്ങളെല്ലാം കൂടി ഇതിന് വേണ്ടി നല്ലൊരു പബ്ലിസിറ്റി വേറെ പടങ്ങൾക്കൊക്കെ എന്തെല്ലാം പബ്ലിസിറ്റിയാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇതിനകത്ത് 139 ചിത്രങ്ങൾ ശ്രീരാമ ചെന്നൈയിൽ നിന്ന് വരച്ച് നമ്മുടെ കാലിക്കറ്റിലെ മഹാനഗരത്തിലേക്ക് കാഴ്ച. ഇത് നമ്മൾ വിട്ടുകിട്ടുന്ന തുക നമ്മളുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് ക്യാൻസർ ബാധിതരായ കൊടുക്കുന്നു. അത് നമ്മൾ 1000 രൂപയ്ക്കോ 500 രൂപയ്ക്കൊന്നും വിട്ടാൽ കൊടുക്കാൻ പറ്റില്ല. ഇത് വലിയ വലിയ ആളുകളെ കണ്ടെത്തി അവരുടെ വലിയ വലിയ തീരുമാനം ചെയ്യുന്നത് എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും